തങ്ങൾ പറയുന്ന ഒരു ഹദീസ് അൻ അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ കാരുണ്യം കാണിക്കാത്തവരോട് റഹ്മാനായ അല്ലാഹു കാരുണ്യം കാണിക്കൂല. എന്നിട്ട് അവിടുത്തെ വിശദീകരണത്തിൽ പറയുന്നു അർറാഹിമൂൻ യർഹമുഹുമുർ റഹ്മാൻ. അർറാഹിമൂൻ കാരുണ്യം കാണിക്കുന്നവരോട് യർഹമുഹുമുർ റഹ്മാൻ റഹ്മാനായ അല്ലാഹു കാരുണ്യം കാണിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് വേണം? മറ്റുള്ളവരോടുള്ള കാരുണ്യം, ആ കാരുണ്യത്തിന്റെ മനസ്സ് നമുക്ക് വേണം. ഇർഹമു മൻ ഫിൽ അർദ്, ആ ഹദീസിന്റെ ബാക്കിയാണ്. അതുകൊണ്ട് ഇർഹമു, നിങ്ങൾ കാരുണ്യം കാണിക്കണേ. മൻ ഫിൽ അർദ്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിക്കുകയും. അപ്പൊ എന്ത് വേണം? കുഴഞ്ഞു നിൽക്കുന്നവരാണ്, അയാളെ താങ്ങാനുള്ള മനസ്സ് നമുക്ക് വേണം. താങ്ങാനാവുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ട ശുശ്രൂഷകൾ ചെയ്യുകയും അദ്ദേഹത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ ആ മനുഷ്യനോടുള്ള കാരുണ്യം നമ്മൾ കാണിച്ചു കഴിഞ്ഞു. കണ്ണില്ലാത്ത മനുഷ്യൻ, ആ കണ്ണില്ലാത്ത മനുഷ്യനോട് കാരുണ്യം കാണിക്കൽ എങ്ങനെ? അദ്ദേഹത്തിന് ഒരു വഴി കാണിച്ചു കൊടുക്കണം. റോഡ് സൈഡിലാണ്, അപ്പുറത്ത് മുറിച്ചു കിടക്കണം. ആ മനുഷ്യന്റെ കയ്യും പിടിച്ച് നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? അപ്പുറത്ത് പോകണം, ഒന്ന് ബസ് സ്റ്റാൻഡിൽ എത്തിച്ചു തരുമോ? അദ്ദേഹത്തിന്റെ കയ്യും പിടിച്ച് നമ്മൾ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചു കൊടുത്തു. എങ്ങോട്ടാണോ പോകുന്നത് ആ ബസ്സിലേക്ക് കയറ്റി കൊടുത്താൽ പടച്ച റബ്ബിന്റെ അടുക്കലിൽ നിന്നുള്ള കൂലിയാണ്. അതുപോലെ തന്നെ മനുഷ്യരോട് എല്ലാവരോടും കാരുണ്യം കാണിക്കണം. മൃഗങ്ങളോട് കാരുണ്യം കാണിക്കണം, പക്ഷികളോട് കാരുണ്യം കാണിക്കണം, മുഴുവൻ ജീവജാലങ്ങളോടും കാരുണ്യം കാണിക്കണം. അപ്പോൾ ഭക്ഷണമില്ലാത്ത ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന രംഗം, അതിന് വലിയ കൂലിയാണ്. ഡ്രസ്സില്ലാത്തവന് ഡ്രസ്സ് എത്തിച്ചു കൊടുക്കുന്ന വലിയ പ്രതിഫലം കിട്ടുന്ന കൂലി. അതിൽ നമ്മൾ എല്ലാവരും ഉത്ഭുതരായി അത്തരം പ്രവർത്തനങ്ങളിൽ മുഴുകണം. വീടില്ലാത്തവന് വീട് വെച്ചു കൊടുക്കണം. അങ്ങനെ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു യർഹമു മൻ ഫിൽ അർദ്, ഭൂമിയിലുള്ളവരോടെല്ലാവരോടും, അത് പക്ഷികളോടാണെങ്കിലും മൃഗങ്ങളോടാണെങ്കിലും മനുഷ്യരോടാണെങ്കിലും എല്ലാവരോടും കാരുണ്യം കാണിക്കണം. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത രീതി. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു പുള്ളിമാനെ കെട്ടിയിട്ടിരിക്കുകയാണ്. പുള്ളിമാൻ സങ്കടത്തോടുകൂടെ പറഞ്ഞു, നബിയെ, എന്നെ കെട്ടിയിട്ടിരിക്കുകയാണ്, എൻ്റെ മക്കൾ വിശന്ന് പൊരിയുകയാണ്, എനിക്ക് എൻ്റെ മക്കൾക്ക് പാല് കൊടുക്കണം. പറയുന്നതാരാണ്? നമ്മളോട് ഇന്നേ വരെ ഒരു പോത്ത് സംസാരിച്ചിട്ടുണ്ടോ? ഒരു മൃഗം സംസാരിച്ചിട്ടുണ്ടോ? ആ മൃഗത്തിനും പറയാനുള്ള പരാതി ആരോടാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരാതി പറഞ്ഞപ്പോൾ അതിൻ്റെ യജമാനനെ തേടുകയാണ്. പുള്ളിമാനെ അത് അയച്ചു കൊടുത്ത്, കയറ് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നീ വേഗം പോയി, പുള്ളിമാനെ നീ പോയിട്ട് പാല് കൊടുത്തിട്ട് വേഗം വരണം. പുള്ളിമാൻ നല്ല അനുസരണയുള്ള ജീവിയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കേട്ടു, വേഗം കാട്ടിലേക്ക് പോയി ആ കുട്ടികൾക്കൊക്കെ പാല് കൊടുത്തു, തിരിച്ചു വരുന്നു. എന്തൊരു അനുസരണയാണ്! ആ ജീവി മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ അതേ സ്പോട്ടിൽ തിരിച്ചു വന്നു. അങ്ങനെ അതാ അതിന്റെ യജമാനൻ അന്വേഷിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ യജമാനിൽ നിന്നും പണം കൊടുത്ത് ആ പുള്ളിമാനെ വാങ്ങി പിന്നീട് തിരിച്ചയക്കുകയാണ്, കാട്ടിലേക്ക് വിടുകയാണ്. അതാണ് കാരുണ്യത്തിന്റെ സ്വഭാവം. ഇനിയോ പക്ഷികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരുണ്യം കാട്ടിയിട്ടുണ്ടോ? കാരുണ്യം കാട്ടിയിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും നടന്നു പോവുകയാണ്.
നടന്നു പോകുന്നതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ആവശ്യ നിർവഹണത്തിന് മറ്റൊരു ഭാഗത്തേക്ക് പോയി. സ്വഹാബത്ത് ഇവിടെ നിൽക്കുകയാണ്. തിരിച്ചു വന്നപ്പോൾ ഒരു പക്ഷി കുഞ്ഞിയെ സ്വഹാബത്ത് ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. ആ സമയത്ത് തള്ളപ്പക്ഷി ഇങ്ങനെ പറന്നിങ്ങനെ കളിക്കുകയാണ്. തന്റെ കുഞ്ഞിനെ പിടിച്ചു വെച്ചിരിക്കുകയാണല്ലോ. ഈ രംഗം കണ്ടുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മടങ്ങി വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദേഷ്യപ്പെട്ട് ചോദിച്ചു, ആരാണ് ഈ കുഞ്ഞിനെ പിടിച്ചു വെച്ചിരിക്കുന്നത്? സ്വഹാബത്ത് പറഞ്ഞു, ഞാൻ നബിയെ, ഞങ്ങളാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അങ്ങനെ ചെയ്യരുതേ, അതും ഒരു ഉമ്മത്താണ്. നിങ്ങൾ മനുഷ്യവർഗമായതുപോലെ അതൊരു പക്ഷിവർഗമാണ്, അതും ഒരു സമൂഹമാണ്. നിങ്ങൾ ഒരിക്കലും അതിനെ പിടിച്ചു വെക്കരുത്. അതിന്റെ തള്ളയെയും കുഞ്ഞിനെയും തമ്മിൽ വേർതിരിക്കരുത്. മൃഗങ്ങളോടുള്ള സ്വഭാവം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇനി ഒരു ഉറുമ്പിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരുണ്യം കാണിച്ചിട്ടുണ്ടോ? കാരുണ്യം കാണിച്ചിട്ടുണ്ട്. അതേ, തീയിട്ട് ഒരിക്കലും ഉറുമ്പിനെ നശിപ്പിക്കരുത്. ഉറുമ്പിൻ കൂട്ടങ്ങളെ നിങ്ങൾ തീയിട്ട് നശിപ്പിക്കരുത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനയാണ്. ഇനിയോ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു പോകുന്ന സമയത്ത് അതാ ഒരു അടിമക്കുട്ടി ബേജാറായി നിൽക്കുകയാണ്. എന്താണ് ബേജാറ്? ആ അടിമക്കുട്ടിയുടെ പണം കാണുന്നില്ല. അദ്ദേഹത്തിന്റെ യജമാനൻ പറഞ്ഞയച്ചതാണ്. തിരിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്തേ വിഷമം? പണം കാണുന്നില്ല നബിയേ. ആ അടിമക്കുട്ടിക്കുള്ള പണം കൊടുത്തു, ആവശ്യമുള്ള സാധനങ്ങളും വാങ്ങിച്ചു കൊടുത്തു. ഇനിയും പേടിയാണ് ആ അടിമക്ക്. എന്തായി പേടി? ഞാൻ ഇത്രയും നേരം തിരഞ്ഞു നോക്കിയപ്പോൾ, എന്റെ യജമാനൻ ഈ തിരഞ്ഞു നോക്കിയപ്പോൾ ഇത്രയും സമയമായല്ലോ. സമയം വൈകി ചെല്ലുമ്പോൾ എന്റെ യജമാനൻ എന്നെ അടിക്കുമോ? എന്റെ ആ യജമാനൻ എന്നോട് ചീത്ത പറയുമോ എന്ന് ബേജാറായിട്ട് ആ കുട്ടി ഇങ്ങനെ ബേജാറായി നിൽക്കുമ്പോൾ ആ കുട്ടിയുടെ കയ്യും പിടിച്ച് ആ യജമാനന്റെ വീട്ടിലേക്ക് പോകുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയിട്ട് യജമാനനോട് പറഞ്ഞു, നീ ഈ കുട്ടിയെ ചീത്ത പറയരുത് എന്ന് പറയുന്നു. അതാണ് കാരുണ്യത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുന്നു, ഇർഹമു മൻ ഫിൽ അർദ്, ഭൂമിയിലുള്ള എല്ലാവരോടും നിങ്ങൾ കാരുണ്യം കാണിക്കണം. അങ്ങനെ കാരുണ്യം കാണിച്ചാൽ യർഹംകും മൻ ഫിസ് സമാ, ആകാശ ലോകത്തിന്റെ അധിപനായ അല്ലാഹു നിങ്ങൾക്ക് കാരുണ്യം ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് കാരുണ്യം കിട്ടണോ? നമ്മൾ മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കണം. നമുക്ക് മറ്റുള്ളവരോട് കാരുണ്യമില്ലേ, പടച്ച റബ്ബിന്റെ കാരുണ്യം നമുക്കുണ്ടാവുകയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു ഹദീസിൽ പഠിപ്പിച്ചില്ലേ, ലാ തുൻസഉർ റഹ്മതു ഇല്ലാ മിൻ ഖൽബി ശഖീൻ, പരാജിതന്റെ ഹൃദയത്തിൽ നിന്നല്ലാതെ റഹ്മത്ത് അല്ലാഹു എടുത്തു കളയുകയില്ല. അപ്പൊ നമുക്ക് ഒരാളോട് കാരുണ്യമില്ലേ? ഒരാളോടും കാരുണ്യമില്ലാത്ത കട്ടിയുള്ള മനസ്സാണോ? നമ്മൾ ചിന്തിക്കണം, നമ്മൾ പരാജിതരുടെ ലിസ്റ്റിലാണുള്ളത്. അപ്പൊ നമുക്ക് നല്ലവരുടെ ലിസ്റ്റിൽ പെടണമെങ്കിൽ മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കണം. അല്ലാഹു നമ്മുടെ സ്വഭാവം നന്നാക്കി തരുമാറാവട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഇന്നഹു മൻ ലാ യർഹമുൻ നാസ ലാ യർഹമുല്ലാഹ്, ഇന്നഹു മൻ ലാ യർഹമുൻ നാസ, ജനങ്ങളോട് കാരുണ്യം കാണിക്കാത്തവരോട് ലാ യർഹമുല്ലാഹ്, അല്ലാഹു കാരുണ്യം കാണിക്കൂല. അപ്പൊ നമുക്ക് നമ്മുടെ മനസ്സിൽ നല്ല കാരുണ്യം വേണം. കണ്ണീച്ചോരല്ലാത്ത മനുഷ്യനാണ് അയാൾ, ആ അഡ്രസ് നമുക്ക് വാങ്ങാൻ പാടില്ല. നമുക്ക് വേണ്ടത് നല്ല മനുഷ്യനാണ്, നല്ല മയമുള്ള ആളാണ്, നല്ല ലുത്ഫുള്ള ആളാണ്. അത്തരം നല്ല മനസ്സ് വേണം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചില്ലേ, ഇർഹമു തുർഹമു വഗ്ഫിറു യുഗ്ഫർ ലക്കും. ഇർഹമു തുർഹമു, നിങ്ങൾ കാരുണ്യം കാണിക്കുക, എന്നാൽ തുർഹമു, നിങ്ങളോട് കാരുണ്യം കാണിക്കും. വഗ്ഫിറു യുഗ്ഫർ ലക്കും, നിങ്ങൾ കാരുണ്യം കാണിക്കുന്നതോടൊപ്പം നിങ്ങൾ മാപ്പ് ചെയ്യണം. വഗ്ഫിറു, നിങ്ങൾ പുറത്തു കൊടുക്കുക, എന്നാൽ യുഗ്ഫർ ലക്കും, നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ്. എന്തൊരു വാചകമാണ്!
ഇനിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരുണ്യം കാണിച്ചിട്ടുണ്ട്, മാപ്പ് നൽകിയിട്ടുണ്ട്, എല്ലാവർക്കും പുറത്തു കൊടുത്തിട്ടുണ്ട്. അറിയില്ലേ അവിടുത്തെ ജീവിതം? സുബ്ഹാനല്ലാഹ്. ലോകത്ത് ഇങ്ങനെ ഒരു കാരുണ്യം കാണിച്ച, ലോകത്ത് ഇങ്ങനെ ഒരു മാപ്പ് കൊടുത്തൊരു നേതാവുണ്ടോ? ഇല്ലേ, ഇല്ല. അവിടുത്തെ ജീവിതം നമുക്ക് എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്തെല്ലാം പറഞ്ഞു. സിഹിർ ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞില്ലേ, പ്രതികരിച്ചോ? പ്രതികരിച്ചില്ല. ജോത്സ്യപ്പണി എടുക്കുന്നവരാണെന്ന് പറഞ്ഞില്ലേ, പ്രതികരിച്ചോ? പ്രതികരിച്ചില്ല. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, അവർ പറഞ്ഞ വാചകം എന്താണ്? ഇന്നഹു ലമജ്നൂൻ, ഭ്രാന്തനാണെന്ന് വിളിച്ചില്ലേ, പ്രതികരിച്ചോ? ഇല്ലല്ലോ. കല്ലെടുത്തെറിഞ്ഞില്ലേ, പ്രതികരിച്ചോ? ഇല്ലല്ലോ. തോയിഫിന്റെ ആ രണഭൂമിയിലൂടെ, മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ തെരുവ് പിള്ളേരെ കൊണ്ട് കല്ലെടുത്തെറിപ്പിച്ചില്ലേ, കൂക്ക് വിളിച്ചില്ലേ, അവിടുത്തെ കാലിൽ നിന്ന് വ്രണം പൊട്ടി ഒഴുകിയില്ലേ, എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. അവിടെയും ക്ഷമിച്ചില്ലേ, പട്ടിണി കിട്ടിയില്ലേ, ഒരു മാംസം പോലും കൊടുത്തില്ല, ഭക്ഷണം കൊടുത്തില്ല. എന്തിന്റെ പേരിലാണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീന് പ്രചരിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുനിഞ്ഞതിന്റെ പേരിലല്ലേ അബൂ ലഹബ് തബ്ബല്ലക യാ മുഹമ്മദ്, മുഹമ്മദേ നിനക്ക് നാശമെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ തുടങ്ങി എന്തെല്ലാം അവിടത്തോട് ചെയ്തു. ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിൽ കൊണ്ടുപോയിട്ടില്ലേ, കഴുത്ത് പിടിച്ച് ഞെരുക്കി കൊല്ലാൻ നോക്കിയില്ലേ. അക്രമം സഹിക്കാൻ വയ്യാതെ തന്റെ നാട് ഒഴിവാക്കി ഏകദേശം 1500 കിലോമീറ്ററുകളും താണ്ടി മദീനയിലേക്ക് പലായനം ചെയ്തില്ലേ. സുബ്ഹാനല്ലാഹ്. എന്തെങ്കിലും പ്രതികരിച്ചോ? ഇല്ലല്ലോ. അവസാനം മക്കയിൽ മക്കം ഫത്ഹ് നടക്കുകയാണ്. ആ മക്കം ഫത്ഹ് പോലും കലക്കാൻ വേണ്ടി വന്ന ഫലാലയുടെ ചരിത്രം അറിയില്ലേ? ഫലാലയുടെ കയ്യിൽ ആയുധമുണ്ട്, ആയുധം അരയിലും പിടിച്ചിങ്ങനെ വരികയാണ്. എന്തിനാണ്? ആ മക്കം ഫത്ഹ് നടക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കൊന്നൊടുക്കിയാലോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് വരുന്നത്. സുബ്ഹാനല്ലാഹ്. മനസ്സ് കാണുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ലൈനിൽ നിന്ന് ഫലാലയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ഫലാലയുടെ മുഖത്തേക്ക് നോക്കി സ്നേഹത്തോടുകൂടെ, എന്തേ ഫലാല ഇങ്ങനെ മനസ്സിൽ കരുതുന്നത്? മനസ്സിൽ കരുതുന്നത് ഒന്നുമല്ല, ഫലാലയുടെ മനസ്സിൽ എങ്ങനെ ഈ ജനങ്ങളുടെ ഇടയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് വെട്ടുക, ഒന്ന് ശരിയാക്കി, ഇതാണ് മനസ്സിൽ ചിന്തിക്കുന്നത്. വാ ഫലാല വാ. എന്തങ്ങനെ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞ് നെഞ്ഞത്തേക്ക് ഒരിങ്ങനെ തടവിയപ്പോ ആ ഫലാല പറയാണ്, എന്റെ മനസ്സിൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ദിക്ർ ചൊല്ലാണെന്ന് പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കറിയാം ഇത് ദിക്ർ ചൊല്ലല്ല, ഇത് എന്നെ പൊട്ടനാക്കുകയാണ് എന്ന് നമ്മളെ ഭാഷയിൽ പറയുന്നത് പോലെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നെഞ്ഞത്തൊന്ന് തടവി കൊടുത്തപ്പോ ഫലാല പറയുന്നു, ഇന്നേ വരെ ഇത്രയും ദിവസം എന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത് മുഹമ്മദിനോടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ കയ്യങ്ങ് വെച്ചതോടുകൂടെ എനിക്ക് ഇപ്പോ ഈ ലോകത്ത് വെച്ച് ഏറ്റവും പ്രിയപ്പെട്ടവൻ അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് പറഞ്ഞ് മുത്തനബിയെ കൊണ്ട് വിശ്വസിക്കുകയുന്നു ഫലാല. ഇരിക്കട്ടെ, ചരിത്രം ചുരുക്കുകയാണ്. ആ സമയത്തും ഇത്രയൊക്കെ അക്രമം ചെയ്തിട്ട് പോലും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കം ഫത്ഹിന്റെ അന്ന് പ്രതികരിക്കണമെങ്കിൽ അന്ന് ആയിരക്കണക്കിന് സ്വഹാബികൾ അവിടെയുണ്ട്. എന്താണോ തങ്ങൾ പറയുന്നത് അതനുസരിച്ച് ചെയ്യാൻ മാത്രം പാകമൊത്ത സ്വഹാബികൾ ഉണ്ടായിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹത്തോടെ എന്ത് ചെയ്തവരോടും, ഭ്രാന്തനെന്ന് വിളിച്ചവരോടും, കള്ളനാണെന്ന് വിളിച്ചവരോടും, സിഹിർ ചെയ്യുന്നവനാണെന്ന് വിളിച്ചവരോടും, കൂക്ക് വിളിച്ചവനോടും, കല്ലെടുത്തെറിഞ്ഞവനോടും അവിടെന്ന് പറയുന്ന വാചകം ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് നിങ്ങൾക്ക് പ്രതികാര നടപടിയില്ല. ഇദ്ഹബൂ അൻതും തുലഖാ,
നിങ്ങൾ ഇന്ന് എല്ലാവരും മോചിതരാണ്, നിങ്ങൾക്ക് പോകാം എന്ന് പറയുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തൊരു മാപ്പ് നൽകുന്ന നേതാവാണ്, എന്തൊരു കാരുണ്യം കാണിക്കുന്ന നേതാവാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരു മാപ്പ് കൊടുത്ത, അങ്ങനെ ഒരു കാരുണ്യം കാണിച്ച ഒരു നേതാവ് ലോകത്തുണ്ടോ മുഅ്മിനീങ്ങളെ? അപ്പൊ അവിടുത്തെ അനുയായികളായ നമ്മളോ ഒന്ന് പറഞ്ഞാൽ 10 എണ്ണം പറയുന്നവരാണ്. അങ്ങനെ ആയിക്കൂടാ. നമുക്ക് കാരുണ്യത്തോടുകൂടെയുള്ള നല്ല മനസ്സ് വേണം. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചത്. നിന്നെ ഒരാൾ ചീത്ത പറഞ്ഞു. എങ്ങനെയാണ് ചീത്ത പറഞ്ഞത്? നിന്നിൽ ഉണ്ടായ ഒരു വീക്ക്നെസ്, നിന്നിൽ ഉണ്ടായ ഒരു ന്യൂനത അവൻ എടുത്തു പറഞ്ഞുകൊണ്ട് ആ ന്യൂനത എടുത്തു പറഞ്ഞ് നിന്നെ വഷളാക്കി ഒരാൾ ചീത്ത പറഞ്ഞു. അല്ലെങ്കിലോ നിന്നിലുള്ള ഒരു ന്യൂനത എടുത്തിട്ട് ഇങ്ങനെ വീഡിയോ ആക്കിയിട്ട് ഒരാളുടെ മുൻപിൽ വഷളാക്കി ചീത്ത പറഞ്ഞു. എല്ലാവരും നിന്നെ പരിഹസിക്കുന്നു. ആ സമയത്ത് നീ ക്ഷമിച്ചു. എന്നിട്ട് പറയുന്നു നിന്റെ ഒരു ന്യൂനതയാണ് അവൻ പറഞ്ഞത് എങ്കിൽ അവന്റെ ഒരുപാട് ന്യൂനതകൾ നിനക്കറിയാം. അവൻ നിന്റെ ഒന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, അവന്റെ 10 എണ്ണം നിനക്കറിയാം. പക്ഷേ നീ ഒന്നുപോലും പറഞ്ഞില്ല, അവനെ കളിയാക്കിയില്ല, അവനെ വഷളാക്കുകയോ ചെയ്തില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫലാ തുഅയ്യിറുഹു, മോനെ നീ അവനെ പോലെ ആവരുത്. നിനക്ക് ഒരുപാട് അവന്റെ ന്യൂനതകൾ അറിയാമെങ്കിലും നീ അതെല്ലാം മറച്ചു വെച്ചു. നീ അവനെ പോലെ ആകരുത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫഇന്നമാ വബാലു ദാലിക അലൈഹി, നീ ഒന്നുപോലും പറയാതിരുന്നത് നീ തോറ്റു കൊടുക്കലല്ല, മറിച്ച് നീ ഒന്നുപോലും പറഞ്ഞ് അവനെ വഷളാക്കാതെ നിന്നതിന്റെ പേരിൽ അതിന്റെ എല്ലാ പദവിയും അതിന്റെ എല്ലാ ബഹുമാനവും അതിന്റെ എല്ലാ ആദരവും അല്ലാഹു നിന്റെ മേൽ നൽകുന്നതാണ്. അല്ലാഹ്, അത്തരം ഒരു സ്വഭാവം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു നല്ലൊരു സ്വഭാവമാണ്. നമ്മളങ്ങനല്ല, ഒന്ന് നമ്മുടേത് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ 10 എണ്ണം പറയും, എണ്ണി പറയും. നീ അത് ചെയ്തില്ലേ, നീ ഇത് ചെയ്തില്ലേ, എണ്ണി പറയും. നമ്മൾ നമ്മുടെ ശരീരത്തോട് എല്ലാവരോടും ചോദിച്ചു നോക്കുക, നമ്മൾ എങ്ങനെയാണ്. അള്ളാഹു നമ്മുടെ സ്വഭാവം നന്നാക്കി തരുമാറാവട്ടെ. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്രയും വലിയ കാരുണ്യം കാണിച്ച് നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി നമുക്കതിൽ പഠിക്കാനുള്ളത്, നമ്മൾ തെറ്റ് ചെയ്താലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ഒന്നുപോലും നമ്മൾ നിരാശരായി പോകാൻ പാടില്ല. നിരാശരായി പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തു എന്നതിൻ്റെ പേരിൽ ഒരിക്കലും തന്നെ നമ്മൾ നന്നാകൂല എന്നൊരു ചിന്ത നമുക്ക് ആർക്കും ഉണ്ടാവരുത്. മറിച്ച് പടച്ച റബ്ബ് എല്ലാം പൊറുക്കുന്നവനാണ് എന്ന ചിന്തയോടുകൂടെ അള്ളാഹുവിലേക്ക് നമ്മൾ ഖേദിച്ച് മടങ്ങിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവൻ മാപ്പ് നൽകുന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഖുൽ നബിയെ തങ്ങൾ പറയണം, യാ ഇബാദിയല്ലദീന അസ്റഫൂ മിൻ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്, എൻ്റെ അടിമകൾ അവരവരുടെ ശരീരത്തോട് അക്രമം ചെയ്തവരാണ്. അത്തരം അടിമകളോട് തങ്ങൾ പറയണം, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്, നിങ്ങളാരും അല്ലാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് ആശ മുറിഞ്ഞു പോകരുത്. എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ നന്നാകൂല എന്നൊരു ചിന്ത ഉണ്ടാകാൻ പാടില്ല. ഇസ്തിഗ്ഫാർ ചെയ്ത് നമ്മൾ അല്പം അല്ലാഹുവിനോട് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട്, പടച്ചോനെ എൻ്റെ പാപങ്ങളൊക്കെ നീ പുറത്തു തരണം, അറിവില്ലാതെ ചെയ്തു പോയതാണ് എന്ന് നമ്മൾ അല്ലാഹുവിനോട് മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ പടച്ച റബ്ബ് നമ്മുടെ പാപം പുറത്ത് നമ്മെ സ്വാലിഹീങ്ങളുടെ വഴിയിൽ തിരിച്ചു തരുന്നതാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും സ്വാലിഹീങ്ങളിലും മുത്തഖീങ്ങളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരൊറ്റ ചരിത്രം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ബനൂ ഇസ്രായേലിൽ ഒരു തെമ്മാടിയായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. എപ്പോഴും തെറ്റ് മാത്രം ചെയ്തു നടക്കുന്ന വ്യക്തിയാണ്. പലരും പലതും പറഞ്ഞു നോക്കി, കേൾക്കുന്നില്ല.
നാട്ടിലെ കാരണവർ വന്ന് നോക്കി, ഉപദേശിച്ചു. ഒന്നും ഏൽക്കുന്നില്ല. നീ നിന്റെ പണി നോക്ക്. റൗഡിയാണ്, വലിയ പേടിയാണ് എല്ലാവരും. പലരും പലതും പറഞ്ഞിട്ട് നന്നാകാൻ വേണ്ടി പറഞ്ഞു, പക്ഷേ ഒന്നും കേൾക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. നാട്ടുകാർ മുഴുവനും പിന്നീട് എടുത്ത പണി എന്താണ്? അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, പടച്ചോനെ ഈ ചെങ്ങായിന്റെ ശല്യത്തിൽ നിന്ന്, ഷെറിൽ നിന്ന് നീ കാക്കണേ അല്ലാഹ്, ഞങ്ങൾ ആരും എന്ത് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. ഇങ്ങനെ ഈ മനുഷ്യൻ വല്ലാതെ ജനങ്ങളെ ഇടങ്ങാറാക്കി. അങ്ങനെയുണ്ട് ചില ആളുകൾ കട്ട് 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 ഭയങ്കര കള്ളനായി. ഇപ്പം അടുത്തൊരാളിനോട് പറഞ്ഞു, ഒരു മജീദ് എന്നൊരു ചെങ്ങായി അമ്പം കള്ളനാണ്, എന്തേന്ന് ചോദിച്ചു. അപ്പം അയാളോട് പറഞ്ഞു, വലിയ കള്ളനല്ലേ, എൻ്റെ പെരിയിൽ ഇതൊന്ന് കട്ട് വെക്കുന്നു. അപ്പം അയാൾ പറഞ്ഞു, എൻ്റെ പെരിയിൽ തന്നെ വന്ന് ഞാൻ കക്കുന്നു, എന്നൊന്ന് കക്കുന്നു. അപ്പം അവൻ പറഞ്ഞു, ഞാൻ 10 മണിൻ്റെയും 3 മണിൻ്റെയും രാത്രി 10 മണിൻ്റെയും 3 മണിൻ്റെയും ഇടയിൽ എൻ്റെ വീട്ടിൽ വന്ന് കക്കും എന്ന് പറഞ്ഞു. നമുക്കൊന്ന് കാണാന്ന് പറഞ്ഞു. അയാള് അന്ന് രാത്രി സിറ്റ് ഔട്ടിൽ തന്നെ ഇരിക്കുകയാണ്. ഇവനൊന്ന് കക്കുണ്ടെന്ന് കാണാമെന്ന് വെച്ചു. അപ്പം ഇവനെക്കാട്ടും വലിയ വിളവായിരുന്നു. ഇവൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഇവന് അപ്പുറത്തെ ടെറസിൻ്റെ അവിടെ ഇങ്ങനെ ചുറ്റി വെല്ല നോക്കി മാറാമ്പില തട്ടുന്ന കോലെടുത്തിട്ട് ഈ കാണുന്ന എയർ ഹോളിൻ്റെ ഉള്ളിലൂടെ അത് ഇട്ടിട്ട് എന്തോ ഒരു ലെൻസും വെച്ചിട്ട് ഇവൻ്റെ അടുത്തിട്ട് അതിങ്ങനെ നോക്കിയിട്ട് ഇവൻ്റെ ഷർട്ട് ആങ്കർമിൽ അറിയാതെ തൂക്കി വെച്ചിരുന്നു. അതിങ്ങനെ ഈ മാറാമ്പില തട്ടുന്ന കോല് കൊണ്ട് മെല്ലെ പൊക്കിയിട്ട് മെല്ലെ അവൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ എടുത്തു. അങ്ങനെ ആ ഹാങ്കറും അവൻ്റെ കയ്യിൽ കിട്ടി. നോക്കിയപ്പോൾ നല്ല ലക്കിയ നല്ല റാഡോ വാച്ചും കിട്ടി, ഒരു 500 റുപ്യം കിട്ടി. ഇവൻ അത് നല്ല കീശിയിലിട്ടു. നേരെ ഈ ഹാങ്കർ അങ്ങനെ തന്നെ കൊണ്ടുപോയി അവിടെ വെച്ചു. വമ്പൻ കള്ളൻ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അവൻ പോയി. എന്നിട്ട് ഇപ്പം പെരിയിൽ പോയിട്ട് എനിക്ക് ഫോൺ വിളിക്കാണ്, എൻ്റെ റാഡോ വാച്ചും 500 റുപ്യ ഞാൻ കട്ടിട്ടിട്ട് പോയി നോക്കി. അപ്പം പോയി നോക്കി, സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു കള്ളനാണല്ലോ ഇവൻ. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ കള്ളന്മാർ എങ്ങനെയാണെങ്കിലും കക്കും. ഏതായാലും ആ മനുഷ്യൻ പിന്നീട് നന്നായി എന്നാണ് ചരിത്രം. അല്ലാഹു നമ്മെ എല്ലാവരെയും നന്നാക്കി തെരുമാറാവട്ടെ. ഏതായിരുന്നാലും ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരു തെമ്മാടിയായ മനുഷ്യൻ പലപ്പോഴും തെറ്റുകളിലും ഒഴുകിയ മനുഷ്യനായിരുന്നു. നാട്ടുകാർ എന്ത് പറഞ്ഞാലും കേൾക്കാത്ത ഈ മനുഷ്യൻ അവസാനം അല്ലാഹുവിനോട് പ്രാർത്ഥന നടത്തി, പഠിച്ചോനെ ഈ മനുഷ്യന്റെ ശർറിൽ നിന്ന് നീ കാക്കണേ. അപ്പൊ പിന്നെ എല്ലാവരും കൂടെ കൂട്ടമായി പ്രാർത്ഥിച്ചപ്പോ മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി അറിയിച്ചു കൊടുക്കുകയാണ്. യാ മൂസാ, അല്ലയോ മൂസാ നബിയേ, നിങ്ങളുടെ നാട്ടിൽപ്പെട്ട ബനൂ ഇസ്രായേലിൽ ഒരു തെമ്മാടിയായ മനുഷ്യനുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾ എത്രയും പെട്ടെന്ന് പുറത്താക്കണം, നാട്ടിൽ നിന്ന് പുറത്താക്കണേ. വഹി കിട്ടിയതനുസരിച്ച് മൂസാ നബി അലൈഹിസ്സലാം ആ മനുഷ്യനെ നാട്ടിൽ നിന്നും പുറത്താക്കിയപ്പോ ഈ മനുഷ്യൻ എന്ത് ചെയ്തു? ഈ നാട്ടിൽ നിന്ന് പുറത്തു പോയി അപ്പുറത്തെ നാട്ടിലെത്തി. ഉദാഹരണത്തിന് പരപ്പനങ്ങാടിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് നാട് കടത്തിയെന്ന് വിചാരിക്കാം. പക്ഷേ ആ നാട്ടിലും ഇവനെ കൊണ്ട് നിൽക്കാൻ കഴിയുന്നില്ല. അവിടെയും തെറ്റുകുറ്റങ്ങൾ ചെയ്യുകയാ. അങ്ങനെ ആ നാട്ടുകാരും ഇവനെ കൊണ്ട് ശല്യത്തിൽ ഏർപ്പെട്ടപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിനോട് പരാതി പറഞ്ഞു. മൂസാ നബിയെ, നിങ്ങൾ എന്തൊരു മനുഷ്യനെയാണ് ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുള്ളത്? ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല. മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തെയും പിടിച്ച് ആരുമില്ലാത്ത, ഒരു മനുഷ്യനുമില്ലാത്ത നാട്ടിലേക്ക് പറഞ്ഞയച്ചു. ആ നാട്ടിൽ ഒരാൾ പോലുമില്ല, അദ്ദേഹത്തെ സഹായിക്കാനും ആരുമില്ല. അങ്ങനത്തെ ഒരു നാട്ടിലേക്ക് പറഞ്ഞയച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിനൊരു രോഗം വരികയാണ്. രോഗം വന്ന സമയത്ത് അദ്ദേഹത്തിന് ഇനി ഒരു രക്ഷയില്ല, ആരും സഹായിക്കാനില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ആ മനുഷ്യന്റെ മനസ്സിലേക്ക് നല്ല ഒരു ചിന്ത വരികയാണ്. ചിലപ്പോൾ ഓരോ മനുഷ്യരും നന്നാകാനുള്ള സബബ് അങ്ങനെയായിരിക്കും. ചില വലിയ തെമ്മാടികൾ പെട്ടെന്ന് നന്നാകുന്നത് അങ്ങനെയായിരിക്കും. അതുകൊണ്ട് ഒരു തെമ്മാടിയെയും
നമ്മൾ നിസ്സാരപ്പെടുത്തരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആരാണ് എപ്പോഴാണ് നന്നാകുന്നത് എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ലല്ലോ. അതാ ആ സമയത്ത് ആ മനുഷ്യൻ അവിടെ വെച്ചുകൊണ്ട് റഹ്മാനായ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ലൗ കാനത് വാലിദതി ഇൻദ റഅസി ലറഹിമത്നി. അല്ലാഹുവേ, എന്റെ ഉമ്മ ഇവിടെയില്ലല്ലോ, എന്റെ ഉമ്മയെങ്ങാനും എന്റെ സമീപത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ രോഗബാധിതനായി കിടക്കുന്ന എനിക്ക് ലറഹിമത്നി, എന്റെ ഉമ്മ എനിക്ക് കാരുണ്യം ചെയ്യുമായിരുന്നു. വലബകത് അലാ ദില്ലതി, എന്റെ ഈ നിന്ദ്യമായ അവസ്ഥ ഓർത്ത് എന്റെ ഉമ്മ കരയുമായിരുന്നു. വലൗ കാന വാലിദുൻ ഹാദിറുൻ ലആദനി, എന്റെ പിതാവ് ഈ സ്ഥലത്തില്ലല്ലോ, എന്റെ പിതാവെങ്ങാനും ഈ സ്ഥലത്തുണ്ടായിരുന്നുവെങ്കിൽ ലആദനി, എന്നെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് എന്റെ വാപ്പ എന്നെ സഹായിക്കുമായിരുന്നു. വലൗ കാനത് സൗജതി ഹാദിറതൻ, എന്റെ ഭാര്യയും ഇവിടെയില്ലല്ലോ, എന്റെ ഭാര്യ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ വിട്ടു പിരിഞ്ഞാൽ, അഥവാ ഇപ്പോൾ ഞാൻ രോഗിയായി കിടക്കുകയാണല്ലോ, ഇനി ഈ രോഗമെങ്ങാനും പെട്ടെന്ന് മൂർജിച്ച് ഞാൻ മരിച്ചു പോയാൽ എന്റെ ഭാര്യ ഉണ്ടാകുമായിരുന്നല്ലോ. ഞാൻ വേർപിരിയുന്നതിന്റെ പേരിൽ എന്റെ ഭാര്യക്ക് ഇവിടെ കരയുമായിരുന്നല്ലോ. പക്ഷെ എന്റെ ഭാര്യയും ഇവിടെ ഇല്ലല്ലോ, എന്റെ രോഗം കാണാനും എന്റെ ഉമ്മയില്ല, ഉപ്പയില്ല, ഭാര്യയില്ല. വലൗകാന ഔലാദി ഹാദിറൂന ഇൻദി, എന്റെ മക്കൾ എന്റെ അടുക്കലുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ മരിച്ച് എന്റെ ജനാസ കൊണ്ടുപോകുമ്പോൾ അവർ സങ്കടപ്പെട്ട് കരയുമായിരുന്നു. ലബഖൗഇൻദ ജനാസതി, എന്റെ ജനാസക്കരികിൽ വെച്ച് അവർ സങ്കടപ്പെട്ട് കരയുമായിരുന്നു. മാത്രമല്ല അവർ എനിക്ക് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹുമ്മ ഗഫിർ ലിവാലിദിനാ അൽ ഗരീബ്, എന്റെ പിതാവിന് പുറത്തു കൊടുക്കണേ അല്ലാ, നാട് കടത്തപ്പെട്ട പിതാവിന്, അദ്ദഈഫ് ദുർബലനായ എന്റെ പിതാവിന്, അൽ ആസി തെറ്റ് ചെയ്തവനായ എന്റെ പിതാവിന്, അൽ ഫാസിഖ് തമ്മാടിയായ എന്റെ പിതാവിന്, മത്റൂദുൻ മിൻ ബലദിൻ അൻ ബലദ്, ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് നാട് കടത്തപ്പെട്ട എന്റെ പിതാവിന്, മിൻ ഖറിയത്തിൻ ഇലാ ഖറിയത്തിൻ മഫാദ്, ആ നാട്ടിൽ വെച്ച് തെറ്റ് ചെയ്തതിന്റെ പേരിൽ പിന്നെയും മറ്റൊരു നാട്ടിലേക്ക് നാട് കടത്തപ്പെട്ട എന്റെ പിതാവിന് നീ പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞ് എന്റെ മക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ എന്റെ മക്കളും ഇവിടെ ഇല്ലല്ലോ. ഇങ്ങനെ ഓരോന്നും എണ്ണി 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 പറഞ്ഞ് അദ്ദേഹം അവിടെ വെച്ച് വിലപിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് അവസാനം ആ മനുഷ്യൻ അവിടെ നിന്ന് പറയുന്നു, അല്ലാഹുമ്മ ഖത്തഅതനി അൻ വാലിദി വവാലിദതി വസൗജതി വഔലാദി. അല്ലാഹുവേ, എനിക്ക് കാരുണ്യം ചെയ്യാൻ എന്റെ ഉമ്മയില്ല, എന്റെ ഉപ്പയില്ല, എന്റെ ഭാര്യയില്ല, എന്റെ മക്കളില്ല, ആരുമില്ല. പക്ഷേ നീ എന്നെ മാറ്റി നിർത്തിയല്ലോ റബ്ബേ. എന്റെ മക്കളിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, ഉമ്മയിൽ നിന്ന്, ഉപ്പയിൽ നിന്ന് എല്ലാം നീ മാറ്റി നിർത്തിയല്ലോ. എനിക്ക് ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ഫലാ ഖത്തഅതനി അൻ റഹ്മതിക. നീയല്ലേ എല്ലാവർക്കും കാരുണ്യം ചെയ്യുന്നവനായ രാജാവ്, എല്ലാ കാരുണ്യത്തിന്റെയും ഉടമസ്ഥനായ റബ്ബ് നീയല്ലേ. അതുകൊണ്ട് ഫലാ ഖത്തഅതനി അൻ റഹ്മതിക, അല്ലാഹുവേ നിന്റെ കാരുണ്യത്തെ തൊട്ട് നീ എന്നെ മുറിച്ച് കളയരുത് അല്ലാഹ്. മാറ്റി നിർത്തപ്പെടുകയോ ചെയ്യരുത് റബ്ബേ. ഫഇന്നക അഗ്റബ്ത ഖൽബി മിൻ ഫിറാഖിഹിം, എന്റെ മക്കളും ഭാര്യയും പിതാവും മാതാവും എല്ലാം വിട്ടു പിരിഞ്ഞതിനാൽ എന്റെ മനസ്സ് നീ കരിച്ചു കളഞ്ഞല്ലോ. അതുകൊണ്ട് എനിക്ക് ഒന്നേ നിന്നോട് പറയാനുള്ളൂ, ഫലാ തുഗർരിഖ്നി ബിനാർ, എന്റെ പാപം കാരണത്താൽ നാറാകും
നരകമാകുന്ന നീ തയ്യാർ ചെയ്യപ്പെട്ട നരകാഗ്നിയിൽ എന്നെ തീ കൊണ്ട് കരിച്ചു കളയരുത് അല്ലാഹ്. മിൻ അജ്ലി മഅസിയതി, ഞാൻ പാപം ചെയ്തത് കൂമ്പാരമായി നിൽക്കുകയാണ്, പാപഭാരം ധാരാളമുണ്ട് റബ്ബേ. ഞാൻ തെറ്റുകാരനാണെന്ന് നിന്റെ മുന്നിൽ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ നീ കാരുണ്യം ചെയ്യുന്ന റബ്ബാണ്, നീ കാരുണ്യം ചെയ്യുന്ന രാജാവാണ് അല്ലാഹുവേ. ഞാൻ നിന്നിലേക്ക് മനസ്സ് തിരിയുന്നു. ഞാൻ രോഗം ബാധിച്ച് രോഗിയായി കിടക്കുന്നവനല്ലേ, രോഗിയുടെ പ്രാർത്ഥന നീ സ്വീകരിക്കുമല്ലോ. എൻ്റെ ഈ കിടത്തത്തിലെങ്ങാനും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരം നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ പോകുന്നത് എന്ന് ചോദിച്ചാൽ നരകത്തിലേക്ക് തന്നെയായിരിക്കും. അത്രയും തെറ്റുകുറ്റങ്ങൾ ഞാൻ ചെയ്തവനാണ്. അതുകൊണ്ട് ഈ നിമിഷം എനിക്ക് നിന്നോടല്ലാതെ ചോദിക്കാൻ വേറെ ഒരാളില്ല. എനിക്ക് നീ മാപ്പ് തരണേ അല്ലാഹ്. മനസ്സൊരുകിക്കൊണ്ട് തെമ്മാടിയായ മനുഷ്യൻ അവിടെ വെച്ച് പ്രാർത്ഥിച്ചതിനാൽ ഉടനെ തന്നെ അല്ലാഹു തആല ഹൂർലീങ്ങളെ പറഞ്ഞേക്കുകയാണ്. ഉമ്മയുടെ രൂപത്തിൽ, ഉപ്പയുടെ രൂപത്തിൽ, അതുപോലെ തന്നെ ഭാര്യയുടെ കോലത്തിൽ, മക്കളുടെ കോലത്തിൽ അല്ലാഹു തആല ഹൂർലീങ്ങളെ പറഞ്ഞേക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ വിഷമങ്ങൾ ഈ ഹൂർലീങ്ങൾ കേൾക്കുന്നു. കൂടെ ഒരു മലക്കുമുണ്ട്. ആ മനുഷ്യൻ പറയുന്നു, എൻ്റെ വിഷമങ്ങൾ കേൾക്കാൻ എൻ്റെ ഉപ്പ അടുത്തെത്തി, എൻ്റെ ഉമ്മ അടുത്തെത്തി, എൻ്റെ ഭാര്യയും മക്കളുമെല്ലാം അടുത്തെത്തി. എൻ്റെ മനസ്സ് സന്തോഷമായി. അല്ലാഹുവേ, നീ കാരുണ്യം ചെയ്യുന്നവൻ തന്നെ. വീണ്ടും ആ മനുഷ്യൻ പറയുന്നു, അല്ലാഹുമ്മ ഗഫിർലി, എനിക്ക് നീ മാപ്പ് നൽകണേ, എനിക്ക് നീ മാപ്പ് നൽകണേ. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുത്തു എന്ന് മാത്രമല്ല, പുറത്തു കൊടുത്തതിന് ശേഷം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ആ മനുഷ്യൻ അങ്ങനെ തന്നെ നല്ല ശുദ്ധനായി മരണപ്പെടുന്നു. ഉടനെ മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു വിവരം കൊടുക്കുന്നു. ഓ മൂസാ നബിയേ, ആ മരുഭൂമിയിൽ ഒരു വലിയ മരിച്ചു കിടക്കുന്നുണ്ട്, നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ടുപോയി മറവ് ചെയ്യണേ മൂസാ നബിയേ. മൂസാ നബി അലൈഹിസ്സലാം അതിവേഗത്തിൽ ഓടിപ്പോയി സമീപത്ത് ചെന്ന് നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ്, ഞാൻ നാടുകടത്തിപ്പെട്ട മനുഷ്യനാണല്ലോ ഇത്. ആ മനുഷ്യൻ മറ്റൊരു നാട്ടിൽ പോയിട്ട് തെറ്റ് ചെയ്തതിന്റെ പേരിൽ അവിടെ നിന്നും ജനങ്ങളുടെ വിളി കാരണം, ജനങ്ങൾ നിലവിളിച്ചതിന്റെ കാരണത്താൽ വീണ്ടും ആരുമില്ലാത്ത നാട്ടിലേക്ക് പറഞ്ഞയച്ചവനല്ലേ ഈ മനുഷ്യൻ. ഈ മനുഷ്യനെ ആണോ വലിയെന്ന് വിശേഷിപ്പിച്ചത്? അല്ലാഹുവിനോട് ചോദിച്ചു, അല്ലാഹുവേ, നിന്റെ ഓർഡർ പ്രകാരമല്ലേ ഞാൻ ഈ മനുഷ്യനെ നാടുകടത്തിയത്, ഇപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം വലിയായി മാറിയത്? അപ്പൊ അല്ലാഹുവിന്റെ മറുപടി, യാ മൂസാ ഇന്നി റഹിംതുഹു, ഞാൻ നിന്നോട് പറഞ്ഞു നാട് കടത്താൻ വേണ്ടി. പക്ഷേ തെറ്റ് ചെയ്തവനാണെങ്കിലും നാട് കടത്തപ്പെട്ടവനാണെങ്കിൽ പോലും കാരുണ്യം ചെയ്യുന്നവൻ ഞാനല്ലേ മൂസാ നബിയെ. അദ്ദേഹം എന്നോട് കരഞ്ഞുകൊണ്ട് മാപ്പപേക്ഷിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു മൂസാ നബിയെ. നാടും വീടും കുടുംബവും വിട്ട് ഞാൻ ഒറ്റക്കാണല്ലോ റബ്ബേ, നിന്റെ കാരുണ്യം എൻ്റെ മേൽ ചൊരിഞ്ഞു തരണേ റബ്ബേ എന്നോട് കരഞ്ഞ് പറയുമ്പോൾ ഫകൈഫ ലാ അർഹമുഹു, ഞാൻ എങ്ങനെ കാരുണ്യം ചെയ്യാതിരിക്കും? വഅന അർഹമുർ റഹീമീൻ, കാരുണ്യം ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യം ചെയ്യുന്നവൻ ഞാനല്ലേ മൂസാ നബിയെ. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറത്തു കൊടുത്തു, അദ്ദേഹത്തിന്റെ ദറജ ഞാൻ ഉയർത്തി കൊടുത്തു മൂസാ നബിയെ. ഓ മുഅ്മിനീങ്ങളെ, ഈ ചരിത്രം നമുക്കൊക്കെ പാഠമാണ്. നമ്മൾ എത്ര തെറ്റ് ചെയ്തവനാണെങ്കിലും
തെറ്റ് ചെയ്ത് വീണ്ടും പോകുന്നതിന് പകരം അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് നാം കരമുയർത്തി പ്രാർത്ഥിച്ചാൽ പടച്ച റബ്ബ് നമുക്ക് പാപങ്ങൾ പുറത്തു തരും. പക്ഷേ വീണ്ടും വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നീ തൗബ ചെയ്യുന്നവനാണ്, അല്ലെങ്കിൽ തൗബ ഉണ്ടല്ലോ എന്നും കരുതി വീണ്ടും പോകരുത്. ശദീദുൽ ഇഖാബ്, അല്ലാഹുവിന്റെ ശിക്ഷ കഠിനകഠോരമാണ്. അതുകൊണ്ട് നീ ഒരിക്കലും വീണ്ടും തെറ്റിലേക്ക് പോകരുത്. എന്ന് പറഞ്ഞാൽ കാക്ക തൗബയാവരുത്. കാക്ക പോയിട്ട് കാഷ്ടം കണ്ടാൽ കൊത്തും, ഇനി വേണ്ട എന്ന് കരുതി മരക്കൊമ്പിൽ വീണ്ടും കൊക്ക് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തുടച്ചു, വീണ്ടും കാഷ്ടം കാണുമ്പോൾ വീണ്ടും കൊത്തും. അങ്ങനെ നീ കാക്ക തൗബയാകരുത്. മറിച്ച് തൗബ ചെയ്താൽ പിന്നെ ഒരു തെറ്റിലേക്കും പോകാതെ സ്വാലിഹീങ്ങളുടെ ജീവിതം നയിച്ച്, മുത്തഖീങ്ങളുടെ ജീവിതം നയിച്ച് സ്വർഗത്തിലെത്താൻ വേണ്ടി ശ്രമിക്കണേ. അർഹമുർ-റഹീമായ അല്ലാഹ്, ഞങ്ങളുടെ ജീവിതം നീ നന്നാക്കി തരണേ അല്ലാഹ്. എല്ലാ പാപങ്ങളും നീ പുറത്തു തരണേ അല്ലാഹ്. നാളെ സ്വർഗം തന്ന് അനുഗ്രഹിക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ലാഹ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം, അടുത്തോട്ട് വരണം, മനസ്സാന്നിധ്യത്തോടുകൂടെ യാ അക്രമ ബിത്ത് ചൊല്ലണം. يا أكرم الخلق ما لمن آلوذ به سواك عند حلول للحديث العميم مولاي صل وسلم دائما أبدا خير الخلق كلهم ولن يضيف رسول الله جاءك إذا الكريم تجلى باسم منتقم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك دنيا وآخرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفس لا تقنطي من زلة عظمت إن الكبائر في الغفران كالأمم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لعل رحمة ربي حين يقسمها تأتي على حسب العصيان في القسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والطف بعبدك في دارين إن لك
متى تدعو الأحوال يا حازمي مولاي صل وسلم دائما أبدا على حبيبك خير مغنى لصاحبي صلاة منك دائمة على النبي من منهل ومنسجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل وصحبه ثم التابعين لهم أهل التقى والنقى والحلم والكرم مولاي صل دائما أبدا على حبيبك خير الخلق كلهم ما رنت عذبات الباني ريح صبا وأطرب العيس حاد العيس بالنعمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا مولاي دائما أبدا الله حبيبك